ഇത് വല്ലാത്തൊരു പുലിവാലായല്ലോ. ഇപ്പൊ സമസ്തയിൽ ആകെ ചേരിതിരിവുണ്ടാക്കി ലീഗാര്. സമസ്തയിൽ ചേരിതിരിവുണ്ടാക്കി, സമസ്തയിൽ പിന്നെ തിരുപ്പ് നല്ല മുറുക്കി. ഇന്നലത്തെ മുഷാവറയിൽ വരെ കച്ചറുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിച്ചു. നദിവിനെ അതിന് തീരുമാനിച്ചു. നദിവി വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് ചാനലുകാർക്ക് കൊടുത്തു. അതിൻ്റെ പുറമെ ഇപ്പം ലീഗുകാർ ഇപ്പം ഇന്ന് കൂടിയ യോഗത്തിൽ ഷാജിയും കുഞ്ഞാലിക്കുട്ടിയും ഭയങ്കര കച്ചറാന്നാണ്. എന്തിനാ ഇപ്പം എന്താ പോലെ പുറപ്പാട് നന്നാവും, എന്താ ഇപ്പം ഈ ലീഗുകാർ കരുതിയിരിക്കണെന്നാവും. ഭയങ്കര കച്ചറയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ചാനലിൽ വാർത്തയിൽ വന്നിട്ടുണ്ട്. ഭയങ്കര കച്ചറയാണ്. അന്ന് കേട്ടോക്കാണ് ചാനൽ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചേരിതിരിഞ്ഞ നേതാക്കൾ. വഖഫ് സമസ്ത വിഷയങ്ങളിലെ ചർച്ചയിൽ KM ഷാജിയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ അതിരൂക്ഷമായ വാക്കേറ്റം. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന് ചില ലീഗ് നേതാക്കൾ രഹസ്യ പിന്തുണ നൽകുന്നുണ്ടെന്ന് KM ഷാജി. ഷാജിക്കെതിരെ രോഷാകുലനായ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഇരുവരും ചേരിതിരിഞ്ഞതോടെ പിന്തുണച്ച് മറ്റംഗങ്ങൾ. അതയക്കാറന്നായി. ഇരുവരും ചേരി തിരിഞ്ഞതോടുകൂടെ പിന്തുണച്ചു മറ്റു അംഗങ്ങൾ. അപ്പം അങ്ങനെ ചേരി തിരിവുണ്ടായപ്പോൾ അതിന് പിന്താങ്ങിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് മറ്റു അംഗങ്ങൾ ഉണ്ടായത്. അത് കെടുത്തി നല്ല ചാനൽ പറഞ്ഞു. കുറച്ച റബ്ബെ, അത് അങ്ങനെയുണ്ട്. ഇനി ഏതായാലും വേറെ രസമുണ്ട്. ഇവർ നമ്മൾ പിന്നെ ഈ സംസ്ഥയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ടുള്ള ഒരു ലീഗ് ഉണ്ടായിരുന്നല്ലോ, നമ്മളെ മായിനാജിൻ്റെ ടീം. മായിനാജിൻ്റെ ടീം ആ സമ്മേളനത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് അതിന് പിന്നെ എന്താണ് എന്തൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഒരാള്. അതൊന്ന് കേട്ടോ കാണി. നമ്മളിവിടെ ആദർസമ്മേളനം വെക്കലില്ല. ഷജറാണ് എല്ലാ സ്ഥലത്തും സമസ്തന്റെ പേരിൽ ആദർസമ്മേളനം വെക്കൽ. ആ ജിഫ്രി മുത്തുകാരുടെ പിന്തുണുണ്ട്, മുഷാറിന്റെ പിന്തുണുണ്ട്. അതാണ് നെളിഞ്ഞു നടക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മളെ കോഴിക്കോട് പരിപാടിയിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികമായ ശ്രദ്ധക്ക് ഹിക്മത്തിന്റെ പ്രസംഗം വേണ്ടട്ടാ. അതായത് ഇങ്ങനെ പ്രസംഗം പറയും, നമ്മൾ ജിഫ്രി മുത്തുക്കാത്തങ്ങളുടെയും അവിടെയും പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടാ. ജിഫ്രി മുത്തുക്കാത്തങ്ങളെ പറയാനുണ്ട്, അയാൾ മൂത്ത ഷജറാണ്. തങ്ങളെ പേര് പറയണ്ട. ഷജറാള ഈ രൂപത്തിൽ താരാട്ട് പാടി മിഠായി കൊടുത്ത് ഐസ്ക്രീം കൊടുത്ത് പാലൂട്ടി ഉറക്കുന്ന ആളാണ് ജിഫ്രി മുത്തുക്കാത്തങ്ങൾ. അതുകൊണ്ട് അയാളെ പരാമർശിക്കാനും വേണ്ട. പാണക്കാട് സാധാർത്ഥികളെ ബാക്കിൽ നിൽക്കുന്നവന്ന് പറഞ്ഞാൽ മതി. പാണക്കാട് തങ്ങളെ പേര് സയ്യിദുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കുന്ന വെറുതെ ഒന്നും പറയണ്ട, നന്നാക്കി കൊടുത്തോണ്ടേ. നമ്മളെ പൊട്ടന്മാരാ. കുറെ കാലായി മനസ്സിൽ ഇങ്ങനെ കേട്ടിക്കണം. ഒരു കൊല്ലത്തിന് മേലായി സമസ്ത ആദർശ സമ്മേളനം നമ്മൾ സകല സ്ഥലത്തും ഈ മുഷാവറങ്ങളെ പിന്തുണുണ്ട്. മറ്റേ മുഷാവറങ്ങൾ വിട്ടുമില്ല. ഇപ്പൊ 8-10 ആൾക്കാർ ഇങ്ങനെ കിടന്ന് മനസ്സിനായി അളക്കുക, അന്യ ആൾക്കാരെ കൂടെ പറയിപ്പിക്കുക. ആകെ തേങ്ങുറി നിർബന്ധമാരി കുറച്ച് ആൾക്കാരുള്ളൂ. ഒരു നേതാവിന് മുന്നിക്കൊക്കെ ഇല്ല. ആകെ നമുക്ക് ജിഫ്രി മുത്തുകാത്തങ്ങളാണ്. മഹാനായ ജിഫ്രി മുത്തുകാത്തങ്ങൾ എല്ലാ സ്ഥലത്തും ഇവർക്ക് ജിഫ്രി മുത്തുകാത്തങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ മനസ്സിനെ ഉയർത്തി പറയാനില്ല. അപ്പൊ നമ്മൾ എന്തോടെ കോഴിക്കോട് പ്രസംഗിക്കുമ്പോ പറയാനുള്ളത്, ജിഫ്രി മുത്തുകാത്തങ്ങളെ വലുതാക്കി വെക്കേന വേണ്ട. അതിന്റെ ചൂടിന്റെ കേട്ടുടാ അടി ഉറച്ച് നിർത്തുന്ന പറഞ്ഞാൽ നമ്മളും സയ്യിദുൽ ബാക്കിലാന്ന് പറയണ്ട. അപ്പൊ ആകെ ഉള്ളത് മുഴുവൻ ബാത്തിലാവും. പാണക്കാട് സാദിഖ് ശാബ്ദങ്ങളെ കൂടെ പാണക്കാട് തങ്ങന്മാരുടെ കൂടെ പിന്നിൽ അടിയുറച്ച് സമസ്തയിലും മുസ്ലിം ലീഗും അണിനിരക്കുന്ന പ്രോത്സാഹന്മാരായിരിക്കണം എന്നാണ്. അല്ലെങ്കിൽ സമസ്തയുടെ ബാക്കിൽ അടിയുറച്ച് നിൽക്കുന്ന വെറുതെ സയ്യിദുൽ ഉലമ, നമ്മുടെ സയ്യിദുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ സയ്യിദുൽ ഉലമ വരെ എന്ന് പറയാനോ വേണ്ട. സയ്യിദുൽ ഉലമയാണ് ആകെ അവിടെ പേപ്പിച്ചത്. പിന്നെ ഈ ഷജറകളെ ആദർശമേളനം വിജയിക്കുന്നതിന് ഒറ്റ കാരണം ജിഫ്രി മുത്തുക്കാത്തകളുടെ പിന്തുണയാണെന്ന് പറഞ്ഞോണ്ടേ. അതോ സമസ്തയുടെ ഷജറകളുടെ ആദർശ സമ്മേളനം മുത്തുക്കാത്തങ്ങളെ വലുതാക്കി പറയണ്ട, പരാമർശിക്കാത്തക്കും വേണ്ട. ഒന്നാമത്തെ പ്രശ്നം അയാളാണ്. ഇസ്ലാം ദീനാണ്. നമ്മളെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മൾ സംസാരിക്കുന്നത്. സമുദായത്തെ നന്നാക്കണം, ഇവിടെ കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകണം, ദീന് പഠിക്കണം. 1-ാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതങ്ങനെ വലുതായി വരുമ്പോ ഉള്ള പ്രശ്നം മുഴുവൻ സയ്യിദുൽ ഉലമ മുത്തുക്കാത്തകൾ ഉണ്ടാക്കും ചെയ്യും. ഇത് പിന്നെ അയാളെ മഹാനാക്കും ചെയ്യും. എന്ത് പൊട്ടത്തര ചങ്ങായി പറയണേ. സയ്യിദുൽ ഉലമ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഷജറകൾ എന്താ നടത്തുന്നത്? ആദർശ സമ്മേളനം നടത്തുന്നത്. ആദർശ സമ്മേളനത്തിൽ എന്താ പറയണത്? സുന്നത്ത് ജമാഅത്താ പറയണത്, സുന്നത്ത് ജമാഅത്താ പറയണത്.
ഇജെന്തായി പറയണത്? ആ പറയാതാലും പറഞ്ഞുകാണ്ടേ ഉള്ള കുട്ടികളെയും കൂടി ഇല്ലാതാക്കണ്ട. ആകെ 10 ആള് മതി നമുക്ക്. സത്യം പറയാം, വല്ലാത്തൊരു സത്യക്കാരനാട്ടോ. സത്യം പറയാം, സത്യം പറഞ്ഞ ഞങ്ങള് ഒലിച്ചു പോവും. ജിഫ്രി മുത്തുക്കാത്തങ്ങളാണ് സകല ഷജറാക്കും പിത്തനാക്കും ഇവിടെ വളരാനും ഈ രൂപത്തിൽ അവർ സമുദായത്തെ ആക്രമിക്കാനും മുസ്ലിം എന്ന പാർട്ടി ഈ രൂപത്തിൽ കുത്താനും സ്വാതന്ത്ര്യം കിട്ടിയത്, സമസ്തന്റെ പേരിൽ ഇത്ര ഞെളിഞ്ഞ ആദർശങ്ങൾ നടത്താനുള്ള അവസരം കിട്ടിയത്, സമസ്തന്റെ സ്ഥാപനത്തിൽ മാർച്ച് നടത്താനുള്ള അവസരം കിട്ടിയത്, സമസ്തന്റെ നബിദിന റാലിയിലെ ബാനർ വലിച്ചു കീറാനൊക്കെ പ്രചോദനം ജിഫ്രി മുത്തുക്കാത്തുള്ള പിന്തുണ മാത്രമാണ്. ഞാൻ ആർക്ക് പൊള്ളിയാനും മടിയില്ല, കൊള്ളാതിരുന്നിട്ടും കാര്യമില്ല. അയാളെ നന്നാക്കി പറഞ്ഞോടി. അയാളാണ് മുഴുവൻ പിത്തനത്തിന് കാരണം. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നല്ലോണം പറയണം. ഇവരെ കോഴിക്കോട് വെച്ച സമ്മേളനം ഉണ്ടല്ലോ, ആരാണ് മായിനാജി അധ്യക്ഷനായി കണ്ടില്ലേ? ഇപ്പൊ മായിനാജിയാണ് പ്രസിഡന്റ്, മായിനാജിനെയാണ് അധ്യക്ഷനാക്കിയിരിക്കുന്നത്. മായിനാജി അധ്യക്ഷനും മുഖ്യപ്രഭാഷകനായിട്ട് നമ്മളെ സമത് പൂക്കോട്ടൂരൊക്കെ ഉള്ളേ, അതിലാണ് നല്ലോണം പറയണമെന്ന് പറയുന്നത്. ഇപ്പൊ ആ സമ്മേളനത്തിലാട്ടോ, ആ സമ്മേളനത്തിന്റെ തലേന്ന് പറഞ്ഞതാണിത്. അയാൾ ആട്ടി പറഞ്ഞേക്കണം. അവരൊറ്റ ഒരാളാണ് ഈ സമുദായം കാരണം. ഇത്തരക്കാരെന്തും ഉണ്ടാവും. ഇബിലീസ് ഇപ്പൊ എല്ലാ കാലത്തും എടാ ചെങ്ങായി, എനക്കൊക്കെ എന്താ പണി? ഈ ഇബിലീസിലേക്കൊക്കെ താരതമ്യപ്പെടുത്തുന്നത് ആരാണ്? ആരതൊക്കെ താരതമ്യപ്പെടുത്തുന്നത്? ഇജ് എന്ത് കോന്തന? ഇജാണ് ലീഗ്, ഇജ് മുസ്ലിമ? ഇജൊക്കെ മുസ്ലിമ? സയ്യിദുൽ ഉലമ അക്വാലത്തിൽ പറയാൻ ഇബിലീസിലേക്കൊക്കെ താരതമ്യപ്പെടുത്താന് അന്റെ ലീഗ് തലി കയറിയിട്ടാണല്ലോ ഇജ് പറയണത്. പ്രോത്സാഹിപ്പിക്കരുത്. പ്രോത്സാഹിപ്പിക്കുന്ന പടയുള്ള മുഷാവറങ്ങൾക്കുള്ളത് അവർ നന്നായി പറഞ്ഞോട്ടെ. ആയി മുഷാവറാംഗത്തിന് നല്ലോണം പറഞ്ഞോളി. പിന്നെ എന്ത് ബനാബം, എന്ത് മൊയന്തപ്പം മുഷാവറാംഗത്തിന് നല്ലോണം പറഞ്ഞോണ്ടിരുന്നു. പറഞ്ഞു കൊടുക്ക. പൂക്കോട്ടൂരിനെ അബ്ദുസമദ് പൂക്കോട്ടൂരിനാ പറഞ്ഞു കൊടുക്കണത്. ഏതായാലും മുഷാവറങ്ങൾ പിന്നെ നല്ലുള്ളവരും രംഗത്ത് വരുന്നില്ല. നല്ലുള്ളവര് വരുന്നില്ല. ഈ രംഗത്ത് വരുന്ന മുഴുവനും ഷജറാളാ. അപ്പൊ നിങ്ങക്ക് അതിനെ പറ്റിയൊക്കെ അറിയാല്ലേ? ഏതായാലും ഇൻഷാ അല്ലാഹ് കേട്ടില്ലേ നിങ്ങള്? ഓരോ സമ്മേളനത്തിന്റെ കോലം കേട്ടില്ലേ? ഇനിതാ വേറൊരു വോയിസും കൂടി കേട്ടോളി. ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളും അന്ന് ഉണ്ടായിരുന്ന വിഷയങ്ങളും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ തരണം ചെയ്ത് പോകുന്നവരാണ്. നിങ്ങളിപ്പോ പ്രയാസം തുടങ്ങണുള്ളൂ. ശരി, ഇങ്ങനെ അഥവാ കാന്തപുരം വിഭാഗത്തിൽ അന്ന് തരണം ചെയ്ത് ബുദ്ധിമുട്ടിയാണ്ട് പോന്നു. ഇപ്പൊ ഇവരിലേക്ക് എത്തി, ഇവര് തരണം ചെയ്യാണ്. അതാണ് ആ പറയുന്നത്. കേട്ടോളി. ഞങ്ങളൊരു പള്ളി കത്തിച്ചാൻ പോയിട്ടില്ല, പൊളിച്ചാൻ കൂട്ടുന്നില്ല, മുസാഫ് കത്തിച്ചാൻ പോയിട്ടില്ല, ബോംബ് വെക്കാൻ പോയിട്ടില്ല, കുത്തിക്കൊല്ലാൻ പോയിട്ടില്ല, ഒരു മുസ്ലിമിനെ അക്ക് കൂടാതെ ഞങ്ങൾ ആരും കൊല്ലാനും പോയിട്ടില്ല, ഓരോ സ്ഥാപനം നശിപ്പിക്കാനും പോയിട്ടില്ല, തെറി വിളിക്കാൻ പോയിട്ടില്ല, കോലം കത്തിച്ചാൻ പോയിട്ടില്ല, മൗലൂദിന്റെ പാരടി ഉണ്ടാക്കിയിട്ടില്ല, പണ്ഡിതന്മാരെ കോലം കത്തിച്ചിട്ടില്ല, ഓല പഠിക്കാൻ പോയിട്ടില്ല. മൗലൂദിന്റെ ബാനറി മനസ്സിലായില്ലേ? പിണറായി നായി പിണറായി എന്നിട്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? പിന്നെ അബ്ദുൽ നാസർ മഅദനിയും കാന്തപുരം ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും ബന്മൾ ഉസ്താദിനെയൊക്കെ ഇവിടെ കൂട്ടിയാണ്ടുണ്ടാക്കിയ മൗലൂദേ. അതാണാ പറഞ്ഞത്. തെറി വിളിച്ചിട്ടില്ല. ഒരു ദീനീ പരിപാടിക്കും ഞങ്ങൾ മുടക്കാൻ ഞങ്ങൾ കൂട്ടു നിന്നിട്ടില്ല. തെറി വിളിക്കാൻ ഏറ്റവും ബെസ്റ്റ് മുസ്ലിം ലീഗാണ്. കാരണം അതിനുള്ള ആലിമീങ്ങളെ മുഴുവനും തെറി വിളിച്ചു കൊടുക്കും. അതിലുള്ള രാമനും ചാത്തനും കോത്തനും ഒക്കെ എന്ത് ചെയ്യും? ആ തെറി ഏറ്റു വിളിക്കും ചെയ്യും. പെർമിഷൻ കൊടുക്കാതിരുന്നിട്ടില്ല. പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ തല്ലിക്കെടുത്തിട്ടില്ല. ഒരു സംഗതിക്കും ഞങ്ങൾ ഇതിനൊക്കെ ക്രെഡിറ്റ് ഇങ്ങക്ക് തന്നെ വെച്ചോളി. ഒരു പെണ്ണുങ്ങളും ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടില്ല, ഒരു പെണ്ണുങ്ങളും ഞങ്ങൾ തെരുവ് കറക്കിയിട്ടില്ല, ഒരു കാലിനും ഞങ്ങൾ പെണ്ണിന്റെ കൂടെ ഊട്ടാടാൻ അയച്ചിട്ടില്ല. കാലിമാര് കാലിസ്ഥാനായിട്ട് അവിടെ ഇരിക്കണ്ടേ. ഞങ്ങളെ പണ്ഡിയന്മാരായിട്ട് നിൽക്കും. ഒരൊറ്റ ഞങ്ങളുടെ ഒന്നിനും തൊപ്പിണ്ടാവും. ഒന്ന് ഇടംപിരിയാണെങ്കിൽ ഒന്ന് വലംപിരി, ഒന്നിനും തലികെട്ടുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. എന്നാൽ ഞങ്ങളെ പണ്ഡിയന്മാരൊക്കെ തലികെട്ട് കഴിച്ചു കണ്ടക്കണം. എ പുസ്തകത്തൊക്കെ താനാണ്ടക്കണം. ഞങ്ങള് കണ്ടക്കണ. ഞാൻ ഇന്ന് വരെ കണ്ടില്ല. പേരോടുസ്ഥാൻ കണ്ടക്കണം, വലിയ തങ്ങൾ കണ്ടക്കണം, ആരെങ്കിലും കണ്ടക്കണം, കോട്ടൂസ്ഥാൻ കണ്ടക്കണം. അതാണ് ഞങ്ങളെ പണ്ഡിതന്മാർ. പണ്ഡിതന്റെ കോലത്തിലും വേഷത്തിലും പണ്ഡിതന്റെ ധർമ്മം നിർവഹിക്കുമ്പോഴേ പണ്ഡിതനാവുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? പണ്ഡിത വേഷം ധരിച്ച് ജനങ്ങളെ പറ്റിച്ചു, പള്ളി കത്തിച്ചു. ഇന്ന് പഠിച്ചവങ്ങൾക്ക് തിരിച്ചറിയണം. നിങ്ങൾക്ക് ഇപ്പൊ വൈകിയെങ്കിലും ബുദ്ധി ഉണ്ടായല്ലോ. അന്നാണ് എ പുസ്തക് പറഞ്ഞത്, ഇതിനൊക്കെ പരിഹാരം പഠിച്ചോൻ കണ്ടോളൂന്ന്. നിങ്ങൾക്ക് കിട്ടിയില്ലേ?
എല്ലീനും പരിഹാരം പടച്ചോ ഞമ്മക്ക് കാണിച്ചത്. നിങ്ങൾ പ്രതികരിക്കരുത്. എങ്ങനെയുണ്ട്? വണ്ടി സമ്മേളനത്തിനായിട്ട് വണ്ടിയുടെ ടയറ് കാറ്റ് വെച്ചിട്ടവര് ഗ്ലാസ് തച്ചു പൊളിച്ചോല്, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് എറിഞ്ഞോല്, വേലൂർസ്ഥാന്റെ പ്രത്യേക ഒരു പ്രസംഗം കൂടി കേട്ടു. വേലൂർസ്ഥാന്റെ കോയിമുട്ട സ്റ്റേജിൽ വന്ന് മുണീന്റെ കഥ. പിന്നെ ഉസ്താദിനും ഉസ്താദിനും പഴയ കാലത്ത് കാലം പോയിടത്തുനിന്ന് ചെലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുകാരെ ഏറ്റെടുത്തിട്ട് ആ വീട്ടിക്ക് ബലി കണ്ട് പിന്നെ ഉണ്ടാക്കിച്ച ഭക്ഷണത്തിൽ മണ്ണിട്ടത്. എന്തെല്ലാം കഥകൾ നിങ്ങളത് പറയാൻ കുറച്ചെങ്ങനെ നിങ്ങളാ ദുർമുള്ളത്. ഇന്നും നിങ്ങളെ സമ്മേളനം നിങ്ങൾ ഒരു പിന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഉത്തരേന്ത്യയിൽ ഇതൊന്നും ഒരു RSS അല്ല കാണിക്കണ കേട്ടോ. മുസ്ലിം പേരുള്ള മുസ്ലിം ലീഗ് എന്നാണ് ടീം കാട്ടുന്ന കാര്യം പറയുന്നത് കേട്ടോ. RSS വിജയിച്ച വാക്കെല്ലാം നിങ്ങൾ കാട്ടിക്കൂട്ടുണ്ട്. ലീഗിന്റെ പരിപാടി എന്നുണ്ട് കാരണം ആൾക്കാരൊക്കെ പെരന്റെ ഉള്ളിൽ ഒളിച്ചിട്ട സ്ഥിതിയല്ല നാദാപുരം അടക്കമുള്ള വാങ്ങല്. കാരണം എന്താ? നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടാണ്. RSS കൂത്താടും പോലെയല്ല നിങ്ങൾ കൂത്താടല് അല്ലേ? മുന്നിലുണ്ടാവും വലിയ തങ്ങളെ ഫോട്ടോ കോലം, അല്ലെങ്കിൽ AP ഉസ്താദിന്റെ അല്ലെങ്കിൽ പേരോട് ഉസ്താദിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരെ കോലം ഉണ്ടാവും മുന്നിൽ ഉണ്ടാക്കിച്ചിട്ട്. ബാക്കിൽ കള്ളുടിച്ചിട്ട് 8-10 നിർത്തി നെഞ്ഞത്തടിച്ചാണ്. എന്തിന്? പേരോട് ഉസ്താദ്. നിങ്ങൾക്ക് ആ തെറി വിളിച്ചതിന്റെ എന്തുവാണ് നിങ്ങൾക്ക്? നിങ്ങൾ വിളിച്ച് ഈ സമുദായത്തിന് പഠിപ്പിച്ചൊക്കെ ഇവിടെ തെരുവിൽ കിടന്നിട്ട് ഇങ്ങനെ നിന്നുണ്ട്. ഞങ്ങൾ മറന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആലറിഞ്ഞല്ലേ? തക്കവെള്ള പണ്ഡിതന്മാർക്ക് പരീക്ഷണം, അതൊക്കെ പരീക്ഷണം നേരിട്ട് കഴിഞ്ഞ് ഞങ്ങൾ വിജയിച്ചിരിക്കാണ്. നിങ്ങൾക്ക് പരീക്ഷണം തുടങ്ങണുള്ളൂ. നിങ്ങളുടെ പരീക്ഷണം വിജയിക്കൂല. നിങ്ങൾ തല്ലിച്ചവരാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരുപാട് ഉപ്പ് നിങ്ങൾ തിന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നിങ്ങൾ കുടിക്കേണ്ടി തന്നെ വരും. കാരണം ലീഗുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരുപാട് അക്രമം നടത്തിയിട്ടുണ്ട്. ഒരുപാട് അക്രമം നടത്തിയിട്ടുണ്ട് എന്നാണ്. ചില്ലറ അക്രമങ്ങളൊന്നും അല്ല നടത്തിയിട്ടുള്ളത്. ഒരുപാട് അക്രമങ്ങൾ ഇവിടെ അയച്ചു വിട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തിട്ടഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യാണ്? ലീഗിൽ നിന്ന് സമസ്തക്കാർ പോവുക എന്ന് കാണലോടുകൂടെ അതിനിപ്പുറത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ്ട് മായിനാജിനോടൊപ്പം ഒരു 3-5-5-8 ആൾക്കാർ കൂടിയാണ്ട് സമ്മത പൂക്കോട്ടൂരിനെ പോലൊക്കെ തോല് കൂടിയാണ്ട് എന്ത് ചെയ്യാണ്? അതൊന്ന് ഉഷാറാക്കാൻ നോക്കിയതാ. പക്ഷെ അത് അതിനേക്കാൾ കോളായി. അതിൽ പിന്നെ നമ്മളെ മുഷാവറ മെമ്പറായ പിന്നെ നമ്മളെ കൂരിയാട് ഒന്ന് കൂടി നോക്കി. കൂരിയാട് പൈലാറെ കുടുങ്ങിപ്പോയി. കാരണം രഹസ്യ വിവരം ചോർത്തിയതിൻ്റെ പേരിൽ ഇൻഷാ അല്ലാഹ് അടുത്ത മുഷാവറയിൽ ഉമർ ഫൈസിയെ സംബന്ധിച്ചല്ല, അന്നുണ്ടെങ്കിൽ ചർച്ച നടത്തുക ആരെ പറ്റിയിട്ടാണ്? മുഷാവറയുടെ ഉള്ളിൽ നടന്ന ചർച്ച. ആ വിഷയം പുറത്തുവിട്ട പിന്നെ കൂരിയാടിനെ ഒരു കാരണവശാലും മുഷാവറയിൽ നിന്നല്ല, സമസ്തയിൽ നിന്നല്ല, ആ മറ്റേ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കണം ശരിക്ക്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുഷാവറയുടെ ഉള്ളിലുള്ള ചർച്ചകൾ പുറത്തു വിടുന്ന അത്തരം വിഡ്ഢികൾ ആരാളുള്ളത്? കാരണം ഉള്ളിലുള്ള ചർച്ചകളൊക്കെ പുറത്തു വിടാന്നൊക്കെ പറഞ്ഞാൽ എത്ര മാനക്കേടും മോശക്കേടുമാണത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കി ഹക്കിനോടൊപ്പം തുടർന്ന് നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് സയ്യിദുൽ ഉലമയെ ചീത്ത പറയാൻ വേണ്ടി കൊണ്ടാണ് കോഴിക്കോട് വലിയൊരു സമ്മേളനം എന്ത് ചെയ്തത്? ബായിനാജിയുടെ നേതൃത്വത്തിൽ വെച്ചത്. എന്തിനാണ്? സയ്യിദുൽ ഉലമ എന്ന് വിളിക്കാൻ പാടില്ല, സമസ്തന്റെ പ്രസിഡന്റ് എന്ന് പറയാൻ പാടില്ല, അയാളെ പേരവിടെ പറയരുത്. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അവരുടെ ഗ്രൂപ്പിൽ അബ്ദുസമദ് പൂക്കോട്ടൂരൊക്കെ ഉള്ള ഗ്രൂപ്പിൽ വിട്ട വോയിസ് എനിക്ക് കിട്ടിയതാണ്. ഇപ്പം ഞാനിതിൽ അപ്ലോഡ് ചെയ്തത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, മായിനാജി പറയപ്പെട്ട ആൾക്കാരൊക്കെ കേട്ടിക്കണല്ലോ. അപ്പോൾ അത് ഏതായാലും അതിന് റിട്ടൺ മറുപടി അവരെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലക്കാതെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഈ സംഘടനയിൽ അങ്ങനെയല്ല, മറുസംഘടനയിൽ അങ്ങനല്ല. പേരോട് ഉസ്താദ് ഒരു വിഷയം പിന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ വിസ്മയയാത്രയുമായി ബന്ധപ്പെട്ട് അത് പുറത്ത് വിടട്ടെ, അത് നമ്മൾ മർക്കസ് സമ്മേളനത്തിൻ്റെ അന്ന് പുറത്ത് വിടും കേട്ടോ, എൻ്റെ CD വിൽപ്പന നടത്തും കേട്ടോ എന്ന് പേരോട് ഉസ്താദിനോട് ഈ നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ ആള് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആ പണി ഇവിടെ ചെയ്യാൻ പറ്റൂല. മറു വിഭാഗത്തിൽ സുന്നത്യമായിട്ട് പറയാൻ പറ്റിയൊരു പണ്ഡിതനാണ് അയാളെ നമ്മൾ വഷളാക്കാൻ പറ്റൂല. ആ നിരക്കൊന്നും വഷളാക്കാൻ പറ്റൂല. അത് പിന്നെ മുജാഹിദിനും ജമാഅത്തിനും ഒരു വടിയായി മാറും. അതങ്ങനെ ചെയ്യാൻ പാടില്ലട്ടോ എന്നാ പേരോട് ഉസ്താദ് ആരോട് പറഞ്ഞത്? ഈ ചെങ്ങായിനോട് പറഞ്ഞത്.
അരുൺ നൗഷാദിനോട് പറഞ്ഞത്. അക്കാരണത്താൽ അന്ന് മുതൽ തുടങ്ങിയതാ നൗഷാദ് ഇതുമായി കൊണ്ടുള്ള ഒരു തെറ്റലും വിറ്റലും വന്നത്. അങ്ങനെ എന്ത് ചെയ്തു, നൗഷാദ് പുറത്തു പോകേണ്ടി വന്നു. നൗഷാദിനെടുത്തെറിഞ്ഞു. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എ പിക്കാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട, നൗഷാദ് തന്നെ പറയുന്നുണ്ട്, ഓരോ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇല്ല, നൗഷാദ് കൂട്ടത്തിലില്ല. നൗഷാദിനെ എടുത്ത് എറിഞ്ഞിട്ടാണ് നൗഷാദ് എന്ത് ചെയ്തത് പറയൽ തുടത്തിയത് എന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുന്നു.